Hello friends, welcome back to my channel. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എങ്ങനെ നമുക്കൊരു കോക്കനട്ട് ഷെല്ല് വെച്ച് ഒരു ക്യാൻഡിൽ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ക്യാൻഡിലൊക്കെ വയ്ക്കാനുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിത് ചെയ്യാനായിട്ട് ആദ്യം വേണ്ടത് കോക്കനട്ട് ഷെല്ലാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും വീട്ടിലും കോക്കനട്ട് ഷെല്ല് ഉണ്ടെന്ന് വിചാരിക്കുന്നു. അത് ആക്സോ ബ്ലേഡോ കത്തിയോ സാൻഡ് പേപ്പറോ ഉപയോഗിച്ച് നിങ്ങളൊന്ന് നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ആക്സോ ബ്ലേഡും സാൻഡ് പേപ്പറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളൊന്ന് ആക്സോ ബ്ലേഡോ എന്തെങ്കിലും കത്തി ഉപയോഗിച്ച് നിങ്ങളൊന്ന് ഇതുപോലെ ലൈനിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കല്ലേ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം എങ്ങനെ കട്ട് ചെയ്തെടുക്കണമെന്ന്. കല്ലേ ഇതുപോലെ ഒന്ന് ഫസ്റ്റ് ഒരു ലൈൻ കട്ട് ചെയ്യുക. നമ്മൾ വരച്ചിരിക്കുന്ന താഴത്തെ ആ ലൈന് വരെ മുട്ടിച്ചാൽ മതി. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ ലൈൻസും നമ്മളിതാ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കഴിച്ച് ഞാൻ എല്ലാ ലൈൻസും ഒരുവിധം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് അടുത്ത പണി. കണ്ടില്ലേ ഗൈസ്, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേപോലത്തെ ട്രയാങ്കിൾ നിങ്ങളൊന്ന് വരച്ചു കൊടുക്കണം. ആ ട്രയാങ്കിളിൽ കൂടെ നിങ്ങളൊന്ന് വെട്ടി കൊടുക്കണം. അപ്പോൾ ആക്സോ ബ്ലേഡിട്ടാണ് ഞാൻ വെട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ നമുക്കൊരു കിടിലം ഡിസൈൻ അവിടെ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് ഇഷ്ടം ആ ഡിസൈൻ കൊടുക്കാം. കല്ലേ ഗൈസ്, ഞാൻ ഇപ്പോൾ ഈ ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ സൈഡ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ അത് ഇതുപോലെ കിട്ടും. കണ്ടില്ലേ ഗൈസ്, സൂപ്പറായിരിക്കുന്നു. കണ്ടില്ലേ ഗൈസ്, അടുത്ത് നമ്മൾ എടുക്കുന്നത് ഇതുപോലത്തെ കണ്ടില്ലേ ഫെവിക്കോളിൻ്റെ വുഡ് ബില്ലാണ്. അതിന് 50 രൂപ മാത്രമേ ഉള്ളൂ ഫെവിക്കോളിൻ്റെ വുഡ് ബില്ല്. നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ പീസ് കോക്കനട്ട് ഷെല്ലിൻ്റെ തന്നെ ചെറിയൊരു പീസ് എടുത്ത് അത് ഒട്ടിച്ച ശേഷം അതിൻ്റെ പുറത്ത് മറ്റേ ചിരട്ട കൂടി ഒട്ടിക്കാവുന്നതാണ്. കണ്ടില്ലേ, അപ്പോൾ നമുക്കിതിന് 2 ചിരട്ടയാണ് വേണ്ടത്. ഇതിൽ വാർണിഷ് അടിച്ചു കൊടുത്താൽ നമ്മളുടെ ക്യാൻഡിൽ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ ക്യാൻഡിൽ വെച്ച് കത്തിച്ചാൽ നമ്മളുടെ കിഡിലും ക്യാൻഡിൽ സ്റ്റാൻഡ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ 3 കോട്ട് വാർണിഷാണ് ഇതിൽ അടിച്ചിട്ടുള്ളത്. കണ്ടില്ലേ ഗൈസ്, നല്ല ഉണങ്ങിയ നല്ല ഷൈനിങ് ആണ് നമുക്കിത് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ്, വീട്ടിലൊക്കെ യൂസ്. കണ്ടില്ലേ ഗൈസ്, കിഡിലായിരിക്കുന്നു സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എങ്ങനെയെങ്കിലും ഒന്ന് 1K ആക്കി തരിക, ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ. അപ്പോൾ നമുക്കിതിൽ ക്യാൻഡിലൊക്കെ വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.